ഒരു സന്തോഷയാത്ര തുടങ്ങുകയാണ്. തിരുവനന്തപുരം നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് കുറച്ച് മാറി തോന്നക്കലിലെ കുമാരനാശാൻ സ്മാരകത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു അത്. ശാന്തവും പച്ചപ്പുമുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ നിറച്ചത്. മലയാള സാഹിത്യത്തിലെ മഹാനായ കവി കുമാരനാശാൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ച ഈ സ്മാരകം അദ്ദേഹത്തിൻ്റെ ജീവിതവും സാഹിത്യവും സംഭാവനകളും അടുത്തറിയാൻ വേണ്ടി എന്നെ സഹായിച്ചു. 1873 ഏപ്രിൽ 12-ാം തീയതിയാണ് കായിക്കര തിരുവനന്തപുരം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. ശ്രീനാരായണ ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്ന് പറയുന്നത്. 1924 ജനുവരി 12-ാം തീയതി അദ്ദേഹം പല്ലട നദിയിൽ വെച്ച് ഉണ്ടായ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം എനിക്ക് അവിടുന്ന് സ്മാരകത്തിൻ്റെ പരിസരം വളരെ ശാന്തമാണ്. അവിടെ കുറച്ചു നേരം ഇരുന്നപ്പോൾ മനസ്സിന് ഒരു പ്രത്യേക സമാധാനം അനുഭവപ്പെട്ടു. സാഹിത്യ സ്നേഹികൾക്ക് മാത്രമല്ല, ശാന്തത തേടുന്ന ഏവർക്കും അനുയോജ്യമായ സ്ഥലം കൂടിയാണ് അത്. ഞാൻ മസ്റ്റായിട്ട് നിങ്ങളടുത്ത് പറയുന്നു, തിരുവനന്തപുരം ജില്ലയിലോട്ട് ഒരു ദീർഘയാത്ര സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരവും മനസ്സും ഒന്ന് ശാന്തമാക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു മ്യൂസിയം തന്നെയാണ്. മ്യൂസിയത്തിനുള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. അപൂർവ ചിത്രങ്ങളും കയ്യെഴുത്ത് പ്രതികളും പഴയ രേഖകളും കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ മഹത്വവും ജീവിതപാഠങ്ങളും ഓർമ്മിപ്പിക്കുന്ന പ്രദർശനങ്ങൾ വളരെ ആകർഷകമായിരുന്നു എനിക്ക്. ഈ യാത്ര അറിവും ആത്മീയവുമായി നിറഞ്ഞൊരു അനുഭവമായി മാറി എനിക്ക്. കുറച്ച് സമാധാനപരമായിട്ടുള്ള ഉള്ളിലെ കുറച്ച് ചിത്രങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് തുളച്ചു കയറി. അവിടെ ഒരു ഇരിപ്പിട സ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെയധികം സമാധാനം അനുഭവപ്പെടുന്ന ഒരു ശാന്തപരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ആ ഒരു സ്മാരകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെന്ന് പറയുന്നത് ചിന്താവിഷ്ടയായിട്ടുള്ള സീത, അതുപോലെ കരുണ, വീണപൂ എന്നിങ്ങനെയായിരുന്നു. ധാരാളം ഫ്രണ്ട് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് നേരെ പോയത് വേളിയിലോട്ടാണ്. വേളിയിൽ നിന്ന് ഞങ്ങൾ നേരെ നമ്മുടെ ലയൺസ് ബസ്സിൽ കൂടെ കയറി നമ്മൾ നേരെ എത്തിയത് ഭീമാപള്ളിയിലോട്ടാണ്. ഭീമാപള്ളി എന്ന് പറയുന്നത് ഏകദേശം 5-6 കിലോമീറ്റർ ദൂരത്തിലുള്ള പ്രശസ്ത മസ്ജിദ് കൂടിയാണ് ഭീമാപള്ളി. ഇവിടെ ഭീമാ ബീവി എന്ന പരിശുദ്ധ സ്ത്രീയുടെ ഖബർ കൂടിയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. മുസ്ലിങ്ങളെ മാത്രമല്ല എല്ലാ മതസ്ഥരും അവിടെ സന്ദർശിക്കാറുണ്ട്. അവിടുത്തെ പ്രധാന ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ബൊഗെയിൻ വില്ല കൂടിയായിരുന്നു. ബൊഗെയിൻ വില്ല എന്നെ വളരെയധികം ആകർഷിപ്പിച്ചു. ധാരാളം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ പോയത് പൂവാറിലോട്ടായിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി ഒരു ശാന്തമായ യാത്രയ്ക്ക് ഞങ്ങൾ തിരഞ്ഞെടുത്തത് പൂവാറായിരുന്നു. നഗരത്തിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ തന്നെ പ്രകൃതിയുടെ ഭംഗി അതിമനോഹരമായിട്ട് എൻ്റെ മനസ്സിലേക്ക് നിറഞ്ഞുപോയി. ബോട്ട് യാത്രയായിരുന്നു യാത്രയുടെ പ്രധാന ആകർഷണം. ബാക്ക് വാട്ടേഴ്സിലൂടെ നീങ്ങുമ്പോൾ നദികളും ബീച്ചുകളും എല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു ഐലൻഡാണ് പൂവാർ എന്ന് പറയുന്നത്. നീല ആകാശവും വെള്ളത്തിൽ പ്രതിഫലിപ്പിക്കുന്ന സൂര്യപ്രകാശവും മനസ്സ് നിറയ്ക്കുന്ന അനുഭവം കൂടിയായിരുന്നു. ഒക്ടോബറും ജൂണിലെ ഇടയിൽ മെയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അവിടുത്തെ ഡ്രസ്ലിംഗ് മഴയിൽ നമുക്ക് ആ ബോട്ട് സവാരി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സീസണിൽ തന്നെ ഇവിടെ എത്തിച്ചേരേണ്ടതാണ്. തിരമാലകളുടെ ശബ്ദവും കടലിൻ്റെ നദിയുടെയും സംഗമവും ഒക്കെ കാണാൻ കഴിയുന്നത് ഈ പൂവാർ ഐലൻഡിൽ കൂടെയാണ്. പ്രകൃതിയുടെ മടിയിൽ ചിലവഴിച്ച നിമിഷങ്ങൾ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ തിരിച്ചറിയാൻ വളരെയധികം എന്നെ സഹായിച്ചു. പൂവാറിൻ്റെ ഗോൾഡൻ സാൻഡ് ബീച്ചിൽ ഞങ്ങൾ വളരെയധികം എത്തിപ്പെടാൻ ഇങ്ങനെ മനസ്സ് വളരെയധികം വേമ്പൽ എടുക്കുന്നുണ്ടായിരുന്നു ആ ഓരോ ബോട്ട് സവാരികൾ. ഏതാണ്ട് തായ്ലൻഡിലും വിയറ്റ്നാമിലും ഒക്കെ കാണുന്ന പോലെയുള്ള വാട്ടർ കനാൽ സിസ്റ്റവും ബോട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇരുവശങ്ങളിലും പച്ച നിറഞ്ഞ മാവിൻ തോട്ടങ്ങളും തെങ്ങുകളും വളരെ കാഴ്ച മനോഹരമാക്കി. പോകുന്ന വഴിയിലൂടെ ധാരാളം ബോട്ടുകളും മരങ്ങളും അതിലെ ധാരാളം പച്ച വൃക്ഷങ്ങളും ഒക്കെ ധാരാളം കാണാൻ സാധിച്ചു. അവിടെ ഓരോ മീറ്റേഴ്സും നമുക്ക് കഴിയുമ്പോൾ ധാരാളം റിസോർട്ടുകളാണ് അവിടുത്തെ മെയിൻ വരുമാന മാർഗങ്ങളെന്ന് പറയുന്നത്.
ഓരോ റിസോർട്ടുകളും അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവറ്റ് ബോട്ടുകളും വഞ്ചികളും ഒക്കെ ധാരാളം കാണപ്പെടുന്നുണ്ട്. നമുക്ക് അതിലൂടെ ബോട്ട് സവാരികൾ നടത്താം. പൂവാറിൻ്റെ ഗോൾഡൻ സാൻഡ്വിച്ച് എത്തിയപ്പോൾ കടലിൻ്റെയും നദിയുടെയും സംഗമം കാണാൻ കഴിഞ്ഞു. ഏതാണ്ട് ഗൾഫ് രാജ്യത്തെത്തിയ ഒരു പ്രതീകമാണ് രണ്ടൊട്ടകങ്ങളെ എനിക്ക് കണ്ടപ്പോൾ അവിടെ നിന്ന് ലഭിച്ചത്. വളരെ തിരക്ക് കൂട്ടാത്ത രണ്ടൊട്ടകങ്ങൾ അവിടെ നിന്നപ്പോൾ ഒരൊട്ടകത്തിൻ്റെ പുറത്ത് കയറണമെന്ന് വളരെയധികം കൊതിച്ച് കയറിക്കഴിഞ്ഞപ്പോൾ അതിന് മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ള ഒരൊട്ടകമാണെന്ന് തിരിച്ചറിഞ്ഞില്ല. കയറിക്കഴിഞ്ഞ് മുന്നോട്ട് സഞ്ചരിക്കേണ്ട ഒട്ടകം ആ സ്റ്റെപ്പിന് ചുറ്റും നിന്ന് സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ ഒരു മാനസികാവസ്ഥ അത് നമുക്കും നമ്മളെ വളരെയധികം യാത്രയുടെ അഭംഗിയാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ആ ഒട്ടകം അവിടെ കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഇവിടെ വരുന്നത് വളരെയധികം ഒട്ടകത്തിനെ സൂക്ഷിക്കുന്നതാണ്. 2 പാവം പിടിച്ച ഒട്ടകമാണെന്ന് പറഞ്ഞാണ് അതിൻ്റെ മുകളിൽ കയറിയത്. പക്ഷെ എങ്ങനെയൊക്കെയോ ആ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറിയതല്ലാണ്ട് അവിടുത്തെ 360 വ്യൂ കാണാൻ സാധിച്ചു എന്നത് വളരെ പ്രധാന കാര്യം തന്നെയാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ആ അന്തരീക്ഷം വളരെ മനസ്സിനെ ശാന്തമാക്കാനും ഒക്കെ സാധിച്ചു. കോവളത്തിലേക്ക് എത്തി. കോവളം ബീച്ച് എന്ന് പറയുന്നത് ഏവരുടെയും കേരളത്തിലെ പ്രധാന ശാന്ത സമാധാനപരമായിട്ടുള്ള ഒരു ബീച്ചാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം കോവളത്ത് ഇൻ്റർനാഷണൽ ബീച്ച് പോലെയാണ് കോവളം ബീച്ച് എന്ന് പറയുന്നത്. എല്ലാ വിദേശികളും കേരളത്തിൽ ഓടിയെത്തുന്ന ആദ്യത്തെ ബീച്ച് എന്ന് പറയുന്നത് നമ്മുടെ കോവളം ബീച്ച് തന്നെയാണ്. വളരെയധികം ശാന്തപരമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. മഴയുടെയൊക്കെ കാരണം കൊണ്ടായിരിക്കാം. എന്നാലും ടൂറിസ്റ്റ് ആൾക്കാരെയൊന്നും വളരെ കാണാൻ സാധിച്ചില്ല. നമ്മുടെ കേരളീയരൊക്കെ തന്നെയാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം ചിലവഴിച്ച് ഈ യാത്ര അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും